നിന്റെ ഉമ്മാടെയും വാപ്പാടെയും വാശി നഷ്ടം നിനക്കൊന്ന് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ തീരുമെല്ലാം. പക്ഷെ നിന്റെ ഉമ്മായും വാപ്പായും വാശി കാണിച്ച് നിന്നെ വിളിച്ചു വീട്ടിൽ കൊണ്ടുവരും. കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് മടുക്കും നിന്നെ. പിന്നെ ഏതെങ്കിലും ഒരു രണ്ടാം കെട്ടുകാരന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കൂ. അത്രേ ഉള്ളൂ മോളെ നിനക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, എന്നും പറഞ്ഞ് കള്ളുകുടിയനും കഞ്ചാവ് അടിക്കുന്നവന്റെ കൂടെ കിടന്ന് നരകിക്കാനൊന്നും ഞാൻ പറയണില്ല. അങ്ങനെ കിടന്ന് നരകിക്കാനൊന്നും പറയുന്നില്ല. കഴിവിന്റെ പരമാവധി കുടുംബമാകുമ്പോൾ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ പറഞ്ഞു കൊടുക്കണം, സിനിമ കാണുന്നത് പോലെയല്ല. എന്നെ പോലെ ഇവിടെ പണവും കൊട്ടാരമൊന്നുമില്ല മോനെ. മോളോട് പറഞ്ഞു കൊടുക്കണം, നിന്നെ കെട്ടിക്കൊണ്ടു പോകുന്ന നിന്റെ മരുമകൻ, മോളെ നിന്റെ ഭർത്താവിന് കൊട്ടാരമില്ല. നീ ഇവിടെ കുഴിമന്തിയും മഹദിയും നെഹദിയും ഷവായിയും അൽഫഹും തിന്നോണ്ട് നടന്നതാ. ചിലപ്പോ അവിടെ കഞ്ഞിയും പയറും ആയിരിക്കും മോളെ. ഇവിടെ നീ AC റൂമിനകത്ത് കടന്നതായിരിക്കും. അവിടെ ചിലപ്പോ ഫാനേ കാണത്തുള്ളൂ മോളെ. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ജീവിതമെന്ന് പറഞ്ഞാൽ അതാ എന്ന് പറഞ്ഞു മക്കൾക്ക് ഉപദേശം കൊടുക്കണം. ബാപ്പ ഉമ്മയെന്ന് പറഞ്ഞാൽ ഉപദേശിക്കണം. അതെങ്ങനെ ഉമ്മ അർശിന്റെ മുകളിലാണ് നിൽക്കുക, താഴോട്ടൊന്നും ഇറങ്ങൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയുമ്പോ എല്ലാം പറയണം. ചില ഭർത്താവിന്റെ ഉമ്മമാരെന്ന് പറഞ്ഞാൽ വല്ലാത്തതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ചില ഭർത്താവിന്റെ ഉമ്മയ്ക്ക് ഇവിടെ എന്താ പറയാ, അമ്മായിയമ്മയെന്നല്ലേ പറയാ. ചില അമ്മായിയമ്മ ചിലതിനെ പറയാതെ ദൈവാണോടാ റാബി, നീ എന്നെ കൊടുക്കൂ, എന്നെ കാണുമ്പോഴേ എനിക്ക് പേടിയാ, ദൈവം എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. കാരണം ഇവരുടെ പേര് പറഞ്ഞ അകത്താ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആകെ ഇതൊക്കെ ഉള്ളടോ, വേറൊന്നുമില്ല. ലൈവ് കൊണ്ട് ഇപ്പൊ ആകെ കട്ട് ചെയ്യാൻ മാത്രമേ ഗുണമുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചില പെണ്ണുങ്ങള് ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചു പോയതായിരിക്കും. പക്ഷെ മകളും മരുമകളും അല്ലെങ്കിൽ മകനും മരുമകളും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ചിലതിന് സഹിക്കില്ല. അങ്ങനെ ഉണ്ട് കേട്ടാ. ചിലതങ്ങനെ തൻ്റെ മകനും മകളും കൂടെ ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയ. അപ്പൊ അങ്ങനെ ചിലതുണ്ട്. എല്ലാരും അങ്ങനൊന്നും അല്ലട്ടാ. അള്ളാഹു നമ്മുടെ അമ്മായി അമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നബിതങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പയെന്ന് പറഞ്ഞാലതാ. അങ്ങനെ ഓരോന്നും അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, മകളെ ഫാത്തിമ, ഒരടിമയെ ചോദിച്ച് നീ വീട്ടിൽ വന്നിരുന്നല്ലോ, നിനക്ക് സഹായത്തിന് വേണ്ടി ഒരടിമയെ ചോദിച്ച് നീ വീട്ടിൽ വന്നിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നാര മകളോട് ചോദിക്കുന്നു, ഫാത്തിമ, സഹായത്തിന് അടിമയെ വേണോ, അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? സഹായത്തിന് ഒരു അടിമയെ വേണോ, അതോ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ വേണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറഞ്ഞു, നന്മ മതി വാപ്പാ. അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന നന്മ എന്താണ് വാപ്പാ? അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നാര മകളോട് ആ പാതിരാത്രിയിൽ പറഞ്ഞു കൊടുത്ത നന്മയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. നബി തങ്ങളെ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ ഫാത്തിമ, എന്റെ പൊന്നുമോള് കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയണേ, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയണേ, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയണേ. ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ പ്രതിഫലം കിട്ടുന്ന നന്മയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിങ്ങൾ ചോദിക്കും, സിറാജ്, ഇത് പറയാനാണോ അരമണിക്കൂർ എടുത്തത്? ഇത് പറയാനാണോ അരമണിക്കൂർ എടുത്തത്? നമുക്കിത് ചെറുതായി പോയടോ, നമുക്കിത് ചെറുതായി പോയടോ. നമുക്ക് കേവലം ഒരു സുബ്ഹാനല്ലാഹ്
അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ. എന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ കിട്ടുന്ന പ്രതിഫലം വലുതാഭങ്ങള്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം പോലും ഫാത്തിമ മുടക്കിയിട്ടില്ല. 29-ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ലോകത്തോട് വിട പറഞ്ഞത്. ആ മരിക്കുന്ന ദിവസവും ഫാത്തിമ മുടങ്ങാതെ പറഞ്ഞ ദിക്റാ. അലിയാര് തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകൻ പറയുകയാണ്, ഞാനും മുടക്കിയിട്ടില്ല. ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം ആ ഒരു നന്മ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് പറഞ്ഞു തന്നതിന് ശേഷം ഇന്നുവരെ ഞാൻ മുടക്കിയിട്ടില്ല. ഇനി മരിക്കുവോളം ഞാൻ മുടക്കുകയുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നത് വരെ പറഞ്ഞ, അലിയാര് തങ്ങൾ മരിക്കുന്നത് വരെ പറഞ്ഞ ആ ഒരു ദിക്റുണ്ടല്ലോ, അത് ചെറുതല്ല സഹോദരാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, കഴിയുമോ സഹോദരാ, പെങ്ങളെ കഴിയുമോ പൊന്നുമോള്, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും ഉസ്താദ്, ഇന്ന് വഅദ കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവസാന കിടപ്പറയിൽ വന്ന് കിടക്കാ പോകുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് ഇന്നത്തെ ഒരേ ഒരു ദിവസം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയാ തീരുമാനിക്കു വാപ്പാ, പെങ്ങളെ തീരുമാനിക്കു പെങ്ങള്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ നബി തങ്ങളല്ലേ പറഞ്ഞു കൊടുത്തത്, ഫാത്തിമ ചെയ്തതാണല്ലോ, അലിയാര് തങ്ങൾ ചെയ്ത നന്മയാണല്ലോ. ഇൻഷാ അല്ലാഹ് ഞാനും ചെയ്യും ഉസ്താദേ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു രാത്രി, നാളെ വേണോന്ന് ഞാൻ പറയണില്ല, ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഞാൻ പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാ, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ ഈ ദിക്റ് പറഞ്ഞിട്ട് ഇന്നത്തെ രാത്രി ഞാൻ കിടന്നുറങ്ങൂ എന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇന്നത്തെ ഒറ്റ രാത്രി കൈപൊക്കിയോ? അള്ളാഹുവെ, ആരെല്ലാം ഈ മജ്ലിസിലിരുന്ന് കൈപൊക്കിയോ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ. അള്ളാഹുവെ, ഈ കൈപൊക്കിയവർക്ക് നീ ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാനെ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ റഹ്മാനെ. ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഈ കൈപൊക്കിയവർക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ഒന്നുകൂടെ കൈ പൊക്കിക്കേ, ചെയ്യാമെന്ന് നിയത്ത് ചെയ്യുന്നവര് കണ്ടോ, പൊങ്ങിയത് കണ്ടോ? ഇപ്പൊ കൈയൊക്കെ പൊക്കലെത്തി. എന്താടാ റാഫി, നീ പൊക്കണില്ലേ? എല്ലാരും പൊക്കിയോ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇനി പൊക്കാത്തവൻ പൊക്കണ്ട, അവനെ പൊക്കിപ്പിക്കാൻ ഞാനൊന്നും വിചാരിച്ചാൽ പറ്റൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ കൈ പൊക്കാൻ പറഞ്ഞപ്പോ എല്ലാരും പൊക്കി. പക്ഷെ ഈ പൊക്കിയവർക്കൊന്നും പറയാൻ പറ്റണമെന്നില്ല. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എല്ലാവർക്കും പറ്റും. എന്നാൽ ഇന്ന് രാത്രി നീ വീട്ടിൽ ചെന്നു, ഭക്ഷണമെല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ വരുമ്പോ നിന്റെ മനസ്സ് പറയുന്നുണ്ട്, സിറാജ് പറഞ്ഞതല്ലേ, സിറാജ് പറഞ്ഞതല്ലേ, ആ ഒരു നന്മ ചെയ്യാം, ആ നന്മ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച നിങ്ങൾ രക്ഷപ്പെട്ടു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. മുത്തല്ലിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരുന്ന് എന്നിട്ടൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അപ്പൊ കുഴപ്പമില്ല. അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. വക്കനെടുക്കാറായ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. നഷ്ടമൊന്നുമില്ല.
ഈ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ അള്ളാഹിക്ക് ആവശ്യമൊന്നുമില്ല കേട്ടോ. കൊടുത്ത നിങ്ങൾക്ക് തന്നെയാ പ്രയോജനം. നബിതങ്ങൾ പറയുന്നുണ്ട്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും, അപകടങ്ങൾ മാറും, ദുരന്തങ്ങൾ മാറും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ അത് തട്ടിമാറ്റാൻ നമ്മൾ കൊടുക്കുന്ന ഈ 10 രൂപയ്ക്ക് പവറുണ്ടോ? എത്രയോ മരുന്ന് കഴിച്ച് രോഗം മാറാത്തവരുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതെല്ലാവർക്കും അറിയാം. ഈ ഇരിക്കണ താത്താമാർക്കും കാക്കാമാർക്കും എല്ലാം ഇതറിയാം. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ പോയി താമസിച്ചു എന്ന് പറഞ്ഞ് ചാടി വീടിൻ്റെ അകത്തേക്ക് കയറി വെള്ളം കടന്നു തെറ്റിയടിച്ച് താഴെ വീണു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആര് വേണമെങ്കിലും വീഴാം, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തല പോയി തറയിലടിച്ചു. മക്കൾ എടുത്തുകൊണ്ട് നേരെ താമരശ്ശേരിക്ക് വന്നു. അവിടെ നിന്ന് നേരെ കോഴിക്കോട് പോയി. കോഴിക്കോട് ചെന്നപ്പോൾ ഡോക്ടർ ഐസിയുവിനകത്ത് കയറ്റി കിടത്തിയിട്ട് പറഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാൻ, ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും. നിങ്ങൾ ചിന്തിച്ചേ, നാളെ രാവിലെ ഉസ്താദിന്റെ അടുക്ക വരും, നിസാമിയുടെ അടുക്കലോ അല്ലെങ്കിൽ ഉസ്താദന്മാരുടെ അടുത്ത് വന്നിട്ട് പറയും, ഉസ്താദെ വാപ്പ ഐസിയുവിനകത്ത് കിടക്കുകയാ, സർജറി ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പാപ്പച്ചി ഉമ്മച്ചി തന്നു വിട്ടതായി പൈസ കേട്ടോ, ഉസ്താദ് ദുആ ചെയ്യണേ. പൈസ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയും ദുആ ചെയ്യാൻ. എന്തിനാ താത്ത പൈസ കൊടുക്കണേ? അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്ത രക്ഷപ്പെടുമെന്ന്. സഹോദര, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാ, സദക്ക കൊണ്ട് ചികിത്സ നടത്തുന്ന ചിലരുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്. ഒരിക്കലും നഷ്ടമാകില്ലടോ, ഒരിക്കലും നഷ്ടമാകില്ല. നിങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റാൻ സദക്കയ്ക്ക് പവറുണ്ടടോ. സഹോദരാ, മറന്നു പോകരുത്. ഇന്നലെ ഞാൻ വഅദ് പറഞ്ഞത് മഞ്ചേരി ഭാഗത്താണ്. വഅദ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടിറങ്ങിയപ്പോ ഒരു ഉമ്മ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ 3 മക്കള് രോഗികളാണ്, ഉസ്താദൊന്ന് വന്നിട്ട് പോകണേ. ഞാൻ വലിയ കാര്യമൊന്നുമാക്കിയില്ല. അങ്ങനെ നടന്ന് ഞാൻ ആ വീട്ടിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോ 15 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളെ ഇങ്ങനെ കസേരയിൽ നിരത്തിയിട്ടിരിക്കുകയാണ്. 3 മക്കളും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. പടച്ചവനെ, മക്കളുടെ കൈ ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട്, അവരുടെ തല ഇങ്ങനെ അതാ പുറകോട്ടിങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു പോയടോ. ആ മക്കളെ കണ്ടപ്പോ ഒരു കുടുംബത്തിലെ 3 ആൺകുട്ടികളാണ്, 3 കസേരയിൽ നടക്കാൻ കഴിയാതെ പടച്ചവനെ കയ്യെങ്കാലും മടങ്ങിയ രീതിയിൽ അല്ലാ, ആ മക്കൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നിയടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നുണ്ടോ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗം നീ കൊടുക്കല്ലേ അല്ലാ. അതുകൊണ്ട് ബക്കറ്റിന്റെ അകത്ത് നിങ്ങൾക്ക് അല്ലാഹു തന്നതില്ലെന്നൊരൽപ്പം കൊടുക്കുമ്പോ നിങ്ങൾ നിയ്യത്ത് ചെയ്യണേ, നിങ്ങൾ നിയ്യത്ത് ചെയ്യണേ പെങ്ങള്. അല്ലാഹുവേ, ക്യാൻസറും ട്യൂമറും കിഡ്നി രോഗവും ലിവർ രോഗവും അല്ലാ എനിക്ക് വരുത്തല്ലേ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടോ, ഈ കൊടുക്കുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ എന്ന നിയ്യത്തോടെ സദക്ക കൊടുക്കൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്.
ഒന്നാമത്തെ സ്വഭാവമതാ. ഇനി രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ വയദുഊനനാ റഗബൻ വറഹബാ. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകണോ? ആ പ്രവാചകന്മാരുടെ രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? വയദുഊനനാ റഗബൻ വറഹബാ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ, അവർ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരാ. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ദുഃഖം വന്നാലും ദുരിതം വന്നാലും പടച്ചവനെ എന്ത് വലിയ തല പോകുന്ന വിഷയം വന്നാലും അവര് പടച്ചവന്റെ മുമ്പിൽ കൈനീട്ടുന്നവരാണ്. അവർ പ്രതീക്ഷ കൈവിടാത്തവരാണ്. അവർക്കൊരിക്കലും പ്രതീക്ഷ കൈവിടാറില്ലടോ. അവർക്കറിയാം അവരുടെ റബ്ബ് സഹായിക്കുമെന്ന്. ആരൊക്കെ കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടൂല. ആരൊക്കെ എന്നെ ഒഴിവാക്കിയാലും എന്റെ റബ്ബെന്നെ ഒഴിവാക്കൂല. എന്റെ ഉമ്മയെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് എന്റെ റബ്ബാ. വയദുഊനനാ റഗബൻ വറഹബാ. ഖുർആൻ പറയുന്ന രണ്ട്, അവരുടെ ജീവിതത്തിൽ എന്തു പ്രയാസം വന്നാലും എന്ത് വിഷയം വന്നാലും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കുന്നുണ്ടാ? പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം. നിങ്ങളുടെ ഇരുത്തം കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. മടുത്താ? നിർത്തണോ പറയണോ? പ്രസംഗം നിർത്തണോ പറയണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇവിടൊക്കെ തന്നെ കാണണം. എല്ലാം കേട്ടോ. സ്വർണം ചോദിക്കുമ്പോൾ ഇതുപോലെ കൈയൊക്കെ പൊക്കിക്കോണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് ലത്തീവേ ഇരുന്നാലോ മോനെ? ഇരുന്നോട്ടേപ്പാ. അയ്യടോ പ്രായമൊക്കെ ആയില്ലേ? അയ്യ പഴയതുപോലൊന്നും ഇല്ല. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും തരുമാറാകട്ടെ. കമീസ് ഇടുമ്പോൾ അതിനകത്ത് വയലത്ത് കൊത്തി വെച്ചിരിക്കുന്ന പോലെ ഞാൻ ഇപ്പോൾ കമീസ് ഇട്ട. ഇവന്മാരെല്ലാം കൂടെ എന്നെ കമീസ് പിടിപ്പിച്ച് ആകെ ചുമ്മാ വേറെ പണിയില്ല. ശരി, ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു ഓടേണ്ടവരൊക്കെ എഴുന്നേറ്റ് പൊക്കോളി ഇൻഷാ അല്ലാഹ്. അത്യാവശ്യമുള്ളവരൊക്കെ പൊക്കോളാൻ. ഇപ്പോഴേ ഓടാൻ പറ്റും. അസറായിൽ വരുമ്പോൾ എവിടെ ഓടാനാ? അവിടെ തന്നെ കിടക്കും. ആർക്കും ഓടണ്ട, ആർക്കും എങ്ങോട്ടും പോകണ്ട. അസറായിൽ വരുമ്പോൾ അവിടെ തന്നെ കിടക്കും. അല്ലാഹു അപ്പം നമുക്ക് സന്തോഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. ഒന്നുകൂടെ എഴുന്നേക്കും. ഇവിടെ ചെളിയുണ്ടോടാ മക്കളെ? ചെളിയുണ്ടോ ലത്തീവേ? ഇങ്ങോട്ട് എഴുന്നേറ്റ് വേടാ മക്കളെ. എൻ്റെ അടുത്ത് വന്നിരിക്കടാ, ഞാനും കൂടെ രക്ഷപ്പെടട്ടെ. ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറി മക്കളെ. ഇത്തിരി കൂടെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കും, ഞാൻ രക്ഷപ്പെട്ടാലോ. വാ, മതി അൽഹംദുലില്ലാ. നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം. കൂടിക്കോ. വേണ്ടവരമ്മാരുടെ കൂടെ കൂടിക്കോ, വേണ്ടവരവരുടെ കൂടെ കൂടിക്കോ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഞാൻ നിർത്താം. ഇത് ഒരെണ്ണം കൂടെ പറഞ്ഞ് ദുആ ചെയ്തേക്കും. വാ, മുതഅല്ലിമീങ്ങളുടെ കൂടെ ഇരിക്കടോ. ഇവന്മാര് പള്ളിക്കാട്ടി പോയ രക്ഷപ്പെട്ട് കവറാളികൾ. അത്രയ്ക്ക് മഹത്വമുള്ളവരാ. അല്ലാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. കയറി ഇരിക്ക്. പിരിക്കാനൊന്നും അല്ല, ഞാൻ നിർത്തി. വാ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്തിനാ പേടിക്കണത്? നിങ്ങൾ ഒരുപാട് നേരമൊന്നും ഇരുത്തൂല. ലത്തീവേ ഒരു ചെവിക്കല്ല് പൊട്ടിക്കണ്ട. ഇത്തിരി കൂടെ ഒന്ന് കേട്ടോ. ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്തോടെ ഇരിക്കുന്നില്ല? പിന്നീട് അവിടെ ബാബാ അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ട്, അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളും ദുആ ചെയ്യൂലേ? നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാ.
എന്റെ പ്രിയപ്പെട്ട സഹോദരി ചിന്തിക്കുകയാണ്, ഉസ്താദേ ഞാൻ ദുആ ചെയ്യാറുണ്ട്. പെങ്ങള് ചിന്തിക്കുന്നത് ഞാൻ ദുആ ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എങ്ങനെ ദുആ ചെയ്യുന്നവരാണെന്നറിയുമോ? നമ്മുടെ ദുആ കണ്ടാൽ ഇബ്ലീസിന് പോലും ചിരി വരികയാണ്. നമ്മൾ ദുആ ചെയ്യുന്നത് കണ്ടാൽ ഇബ്ലീസിന് പോലും കോമഡി തോന്നുകയാണ്. നമ്മുടെ ദുആയല്ല, നമ്മൾ ഷോ കാണിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ദുആ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? യഥാർത്ഥത്തിൽ ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? 40, 50, 60 വയസ്സുള്ള വാപ്പമാരിവിടെ ഇരിക്കുന്നല്ലോ. മുടിയൊക്കെ നരച്ചുപോയ പ്രായം ചെന്ന ഉമ്മ, നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് നിനക്കറിയുമോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് നിനക്കറിയുമോ? നിനക്ക് ദുആ ചെയ്യാൻ പോലും അറിയില്ല, നമുക്ക് ദുആ ചെയ്യാൻ പോലും അറിയില്ല. അല്ലാഹു പറയുകയാണ്, വയദുഊനനാ റഗബൻ വറഹബാ. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ വാപ്പായിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാ വാപ്പ എവിടെ പോകും? നേരെ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് ദുആ ചെയ്യും. വാപ്പാടെ പ്രശ്നം മാറും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പോഴോ കടത്തിനെ പോയിരിക്കും, അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കാൻ പോയി. ഇന്നത്തെ അവസ്ഥ ഏതാ? ഇവിടെ പണ്ടുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ പള്ളിയിൽ പോയി ദുആ ചെയ്യും, തീർന്നു അവിടെ പ്രശ്നം. നമ്മുടെ ഉമ്മമാരെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സിയം മക്കാമിലോ ഏതെങ്കിലും മക്കാമിൽ പോയിട്ട് ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യും, അവരുടെ പ്രശ്നം തീരുമായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ദുആ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കൈപിടിക്കണ്ടേ? ഒന്ന് കാണിച്ചേ. കൈപിടിക്കേണ്ടത് എങ്ങനെ കാക്കാവെന്ന് കാണിച്ച്. പള്ളിയിൽ പോയി നോക്കണം. ഉസ്താദ് ദുആ ചെയ്യണ സമയത്ത് തളർത്തി ഇങ്ങനെ ഇട്ടിരിക്കുക, വേണമെങ്കിൽ തന്നാ മതി അല്ലാഹ്. ഇങ്ങനെ ഇരിക്കണേ. മോഹൻലാൽ ഫാൻസിക്കാരനാ, ഇടത് സൈഡാ, ഇങ്ങനെ ഇരിക്കുന്നത്. വേണമെങ്കിൽ തന്നാ മതി പടച്ചവനെ. ദുആ ചെയ്യുന്ന സമയത്തൊന്ന് കൈ പിടിക്കാൻ നമുക്ക് വയ്യ. സദ്യ ഉണ്ണുന്നവനെ പോലെ ഇരിക്കുന്ന, ഇലയിട്ടിട്ട് വെട്ടി വിഴുങ്ങാൻ ഇങ്ങനെ ചമ്മണം കൂട്ടി ഇരിക്കാൻ പോലും നമുക്കറിയണില്ല. ഉസ്താദ് ദുആ ചെയ്യുന്ന സമയത്ത് ആമീനിന്റെ ശബ്ദമൊക്കെ വള്ളിയിലുണ്ടോ? പാപ്പാടെ വായി നോക്കണം, നാക്കുവല്ലോ ഉണ്ടോ അല്ലാഹ്. പൊതുയോഗത്തിൽ പോണം, അപ്പൊ അറിയാം പാപ്പായ്ക്ക് നാവുണ്ടോന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ പോലും എന്റെയും നിങ്ങളുടെയും നാവ് പൊങ്ങാറില്ല. എന്നാ ദുആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹ് തന്നെ പറയുന്നു പെങ്ങളെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ആ ഫിർദൗസിന്റെ അവകാശികളുടെ ദുആ അല്ലാഹു ഖുർആനിൽ തന്നെ പറയുകയാണ്. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് പോകുന്നവരാണല്ലോ, പടച്ചവനെ ബീച്ച് കാണാൻ പോകുന്നവരാണല്ലോ. കടലിന്റെ തിരമാലകൾ നിങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ വരുമ്പോ പേടിച്ചു ഓടുകയാണ്. കാരണം പേടിയാണ്. ആ തിരമാലയുടെ ഉള്ളിൽ വീണുപോയാൽ രക്ഷപ്പെടാൻ കഴിയില്ലടോ. അതുകൊണ്ട് നമ്മൾ പേടിച്ചു മാറുന്നവരാണ്. എങ്കിൽ നിങ്ങൾ ആരെങ്കിലും കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ? കടലിന്റെ ഉള്ളിലേക്ക് പോകണം സഹോദരാ. പോകും തോറും വല്ലാത്ത ആഴമാണ്. നടുകടലിലെങ്ങാനും ഒരു മനുഷ്യൻ വീണുപോയാൽ, ഈ വയലുകൾ കാമെന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് നടുകടലിൽ കൊണ്ടുപോയിട്ട് ഞാനെങ്ങാനും വെള്ളത്തിലേക്കിട്ടാ രക്ഷപ്പെടുമോ ചെറുപ്പക്കാരാ? എത്ര നീന്തൽ അറിയുന്നവനാണെങ്കിലും രക്ഷപ്പെടാൻ വഴിയില്ല പെങ്ങളെ. ആ കടലിൽ കിടക്കുന്ന ഏറ്റവും വലിയ മീനാണ് തിമംഗലം എന്ന് പറയുന്ന മീൻ. അത് കടലിലെ ഏറ്റവും വലിയ മത്സ്യമാണ്. അങ്ങനെ ഞാൻ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ ചെറുപ്പക്കാരന് ആ മീനെങ്ങാണം വിഴുങ്ങിയ സുബ്ഹാനല്ലാഹ്
പറപെങ്ങളെ രക്ഷപ്പെടുമോ? തിമിംഗലമെന്ന് പറയുന്ന മീൻ ഒരു മനുഷ്യനെ വിഴുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് അവൻ രക്ഷപ്പെടുന്നത്? മീനിന്റെ വയറ്റിലാണ്, കടലിന്റെ അടിയിലാണ്. സാധാരണ മീനല്ല, ഏറ്റവും വലിയ തിമിംഗലമാണ്. എന്നാ നിങ്ങൾ ഖുർആൻ നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകന്റെ ചരിത്രം പറയുകയാണ്. മോനെ, KGF-ന്റെ കഥയല്ലടാ, എമ്പുരാന്റെ കഥയല്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുകയാണ്. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് നടുകടലിലേക്ക് വലിച്ചെറിയുകയാണ്. നടുകടലിലേക്ക് വലിച്ചെറിയുകയാണ്. യൂനുസ് നബി കടലിന്റെ വെള്ളത്തിന്റെ അകത്തിങ്ങനെ മുങ്ങുമ്പോ തിമിംഗലമെന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ്. യൂനുസ് നബി മീനിന്റെ വയറിനകത്ത് കിടക്കുകയാണ്. പറമോനെ, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? പറ ചെറുപ്പക്കാരാ, പറ പെങ്ങള്. കടലിനടിയിൽ കിടക്കുന്ന തിമിംഗലത്തിന്റെ വയറിനകത്ത് കിടക്കുന്ന യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ രക്ഷപ്പെടുത്താൻ ആർക്കാ മക്കളെ കഴിയുക? ആ മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ അറിയാം, എന്റെ റബ്ബെന്നെ കൈവിടില്ലെന്ന്. ആരൊക്കെ കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന് യൂനുസ് നബിക്കറിയാ. ആ ഏതെല്ലാം വാതിലടഞ്ഞാലും ഒരു വാതിൽ റബ്ബ് തുറക്കുമെന്ന് യൂനുസിനറിയാ. ആ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് അവിടെ നിന്ന് വിളിക്കുകയാ. വനദാ ഫിൽളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എവിടെ കടന്നാ വിളിച്ചതെന്നറിയുമോ? കടലിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന, കടലിലെ ഏറ്റവും വലിയ മത്സ്യമായ തിമിംഗലത്തിന്റെ വയറിനകത്ത് കിടക്കുമ്പോഴും യൂനുസ് വിളിക്കുന്നു. വനാദാ ഫിൽളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, അല്ലാഹുവേ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ, എന്നെ സഹായിക്കണേ അല്ലാ. ഖുർആൻ തന്നെ പറയുകയാണ്, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് എങ്ങാണം അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കടക്കേണ്ടി വരുമായിരുന്നു. ചെറുപ്പക്കാരാ, ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ യൂനുസ് നബിയെ ആ മീൻ തന്നെ കരയിലേക്ക് കൊണ്ടുവന്ന് ജീവനോടെ തിരിച്ചു തന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, വാപ്പാ, ഇതിനാ ദുആ എന്ന് പറയുന്നത്. ഉമ്മമാരെ, നിന്റെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ദുആ ചെയ്താ അല്ലാഹു വെറും കയ്യോടെ മടക്കൂല. ഇങ്ങനെ ദുആ ചെയ്താ എന്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന് പറയുന്ന വിശ്വാസമുണ്ടല്ലോ. വയദുഊനനാ റഗബൻ വറഹബാ. ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ക്യാൻസർ ഏതാണെന്നറിയുമോ? ഈ ഉമ്മത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയുമോ? നിരാശയാടോ, നിരാശയാണ്. ആർക്കും അല്ലാഹുവിനെ വിശ്വാസമില്ല. ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നിരാശയാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. താത്താമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, താത്താമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ കരുണ കാണിക്കും. നീ മുമ്പോട്ട് കയറിയിരുന്ന ആ പുറകിലിരിക്കുന്ന ഉമ്മ നനയാതെ ഇരിക്കും. ഒന്ന് മുമ്പോട്ട് കയറിക്ക്. തിരിഞ്ഞു നോക്കല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു നോക്കല്ലേ. ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയുള്ള അവസ്ഥ അറിയാലോ. മുമ്പോട്ട് കയറിക്കോ. അൽഹംദുലില്ലാ, മഴ പെയ്തു. അൽഹംദുലില്ലാ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി ആരും ഇറങ്ങി ഓടത്തില്ലല്ലോ.
ഇനി ആരും ഇറങ്ങി ഓടത്തില്ലല്ലോ. ഇത്രയും നേരം പറഞ്ഞ കാക്ക കേറ് കാക്ക കേറ് കാക്ക, മഴ പെയ്തപ്പോ കാക്ക തന്നെ കേറി. അള്ളാഹു ആ കാക്കായ്ക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. കേറ് കേറ് കേറ്, എല്ലാം കേറിക്കോ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. മഴ പെയ്ത ഞാൻ സന്തോഷത്തില്ല. കാരണം എന്തേ? മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കേറിക്കോ, കേറ്. നിങ്ങളൊന്ന് കേറിയാൽ എനിക്ക് പറയാൻ പറ്റൂ. നിങ്ങൾ എന്താ ഇപ്പൊ സിറാത്ത് പോലെ ഇഴയുന്ന പോലെ അവിടെ കൂടെ മിന്നലിന്റെ വേഗത്തിൽ ആൾക്കാർ പോണേ. ഒന്ന് കേറിയിരിക്കും. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു നരകത്തിൽ ഇങ്ങനെ കുടിപ്പിക്കുമെന്നല്ലേ? നരകത്തിൽ ഇങ്ങനെ ചീഞ്ചലൊക്കെ കുടിച്ചു കഴിഞ്ഞാല് മനുഷ്യന്റെ ആ കുടിക്കുമ്പോ ഇങ്ങനെ ഉരുകി പോകുന്ന, തിരി ചൂടുവെള്ളം കുടിച്ചപ്പോ എല്ലാം ഉരുകി. ശരി, അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇരിക്കുതാത്താമാരെ, നിങ്ങൾ എന്താപ്പാ ഇരിക്കറോ? എല്ലാം അടുത്ത അമ്മായിയമ്മയുടെ കൂടെ ഇരിക്കാനുള്ള വിഷമാണെന്ന് തോന്നുന്നു. ഉസ്താദ് പിടിച്ച് അള്ളാഹു എല്ലാത്തിനെയും നന്നാക്കി തരുമാറാകട്ടെ. ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് നിരാശയാ. എനിക്ക് രോഗമായി, ഇനി മാറത്തില്ല, എല്ലാ മരുന്നും കഴിച്ചു, ഇനി മാറൂല. എത്ര കാലമായി പടച്ചവനെ അള്ളാഹിനോട് ദുആ ചെയ്യുന്ന രോഗം മാറ്റിത്തരാം, അള്ളാഹ് മാറ്റി തരുന്നില്ല, ഇനിയിപ്പോ പോട്ടെ അനുഭവിക്കാം. എത്ര കാലമായി പടച്ചവനെ ഒരു വീട് ചോദിച്ചിട്ട് അള്ളാഹ് വീട് തരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി, 10-20 കൊല്ലമായി, മക്കളെ റബ്ബ് തരുന്നില്ല, ഇനി തീർന്നു. ഭാര്യ പറയുകയാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇക്കാടെ കുഴപ്പമാ. അങ്ങനെ ഭാര്യ പറയുന്നു, മക്കളില്ലാത്ത ഭാര്യയും ഭർത്താവിന്റെ അവസ്ഥ ആലോചിക്കേ. പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു അത്ര എനിക്ക് കുഴപ്പമൊന്നുമില്ല, മരുമോന്റെ കുഴപ്പമാ, ഇക്കാടെ കുഴപ്പം, അദ്ദേഹത്തിന് കൗണ്ടിങ് ഇല്ല, ജീവനില്ല, അതാ പറയാ. ഭർത്താവ് പറയുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓൾക്കാ കുഴപ്പം, അവൾക്ക് പീരീഡ്സ് നേരെയാകുന്നില്ല, എന്തോ അതാണ് മറ്റേതാണ് മറിച്ചതാണ്, പിന്നെ പ്രായമായില്ലേ, 10, 35, 40 വയസ്സായി, ഇനി എങ്ങനെ മക്കളുണ്ടാവും, തീർന്നു. പെണ്ണ് പറയുന്നു ഭർത്താവിന്റെ കുഴപ്പം, ഭർത്താവ് പറയുന്നു ഭാര്യയുടെ കുഴപ്പം. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആയിഷ ബീവിക്കും മക്കളില്ല, ആരുടെ കുഴപ്പമാണ്? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? നബി തങ്ങൾക്കും ആയിഷ ബീവിക്കും മക്കളുണ്ടോ? ഉണ്ടോ? ഇല്ല. ആരുടെ കുഴപ്പം? ആയിഷയുടെ കുഴപ്പമോ നബി തങ്ങളുടെ കുഴപ്പമോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിന്റെ രോഗം മാറ്റാൻ അള്ളാഹിക്ക് പറ്റത്തില്ലേ? എടാ, പച്ചവെള്ളം കുടിച്ചാൽ മതി രോഗം മാറാൻ. അള്ള വിചാരിച്ചാൽ പച്ചവെള്ളം കുടിച്ചാൽ മതി, നിന്റെ രോഗം മാറും. ഒറ്റ ദിവസം കൊണ്ട് നിന്നെ സമ്പന്നനാക്കാൻ അള്ളാഹിക്ക് കഴിവുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് സമ്പന്നനാക്കാൻ നിന്റെ അള്ളാഹിക്ക് കഴിയില്ലേ? നിനക്ക് മക്കളെ തരാൻ അള്ളാഹിന് കഴിയില്ലേ? നിനക്ക് വീട് തരാൻ അള്ളാഹിന് കഴിയില്ലേ? നീ കഴിയത്തില്ല എന്ന് പറയുന്നത്. നിരാശ പാടില്ലടോ, നിരാശ വൻഭാവമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിരാശ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, പ്രതീക്ഷ വേണം. എന്റെ റബ്ബെനിക്ക് തരും. മക്കളില്ലാത്തവരോട്, കഷ്ടപ്പെടുന്നവരോട് ഞാൻ പറയുന്നു, നീ ഒരിക്കലെങ്കിലും ദുആ ചെയ്തിരുന്നെങ്കിൽ നിന്റെ പ്രയാസം മാറൂലേ? ഞാൻ പറയുന്നത്, ഒരിക്കലെങ്കിലും ഒന്ന് ദുആ ചെയ്തിരുന്നെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ചോദിക്കേണ്ട രീതിയിൽ ഒരിക്കലെങ്കിലും നീ ദുആ ചെയ്തിരുന്നെങ്കിൽ നിന്റെ പ്രയാസം മാറിയേനെ, നിന്റെ ബുദ്ധിമുട്ട് മാറിയേനെ, നിനക്കും മക്കൾ അല്ലാഹു തന്നേനെ. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ചോദിക്കുമ്പോ പ്രതീക്ഷയില്ല? എങ്ങനാ ദുആ ചെയ്യണ്ടേ? എങ്ങനാ ദുആ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് അല്ലാഹു പറയുകയാ. അല്ല തന്നെ പറയുകയാ, സിറാജ് പറഞ്ഞതല്ല. വയദുഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ജീവിതത്തിൽ പ്രയാസങ്ങളുമായി നടക്കുന്നവര്, എപ്പോഴും സങ്കടത്തോടെ നടക്കുന്ന ഉമ്മ,
നിനക്ക് ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാ. നിന്റെ റബ്ബാരാണെന്നറിയുമോ? നമ്മുടെ റബ്ബാരാണെന്നറിയുമോ? ആ റബ്ബിന് കഴിയാത്തതൊന്നുമില്ലടോ നിങ്ങളെ. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ടല്ലോ, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടല്ലോ, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിന്റെ അകത്ത് മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരുകയാണ്. മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുകയാണ്. എങ്ങനെയാണ് മറിയം പള്ളിക്കകത്ത് പോയത്? ജുമാ നിസ്കാരിക്കാൻ പോയതല്ല. ആ മറിയം എങ്ങനെയാണ് പള്ളിക്കകത്ത് പോയതെന്നറിയുമോ? ഈസാ നബിയുടെ ഉമ്മയാണ്. മറിയമിന്റെ ഉമ്മ ഗർഭിണിയായപ്പോ അല്ലാഹുവേ അവിടെന്ന് വിചാരിച്ചു ആൺകുട്ടിയാണെന്ന്. അതുകൊണ്ട് റബ്ബിനോട് പറഞ്ഞു, അല്ലാ എന്റെ മോനെ പള്ളിക്ക് കൊടുത്തേക്കാമല്ലാ. അങ്ങനെ പടച്ചവനെ നേർച്ച ചെയ്യുകയാണ്. പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി പോയി. പറഞ്ഞ നേർച്ച പാലിച്ചു പെങ്ങള്. പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. പള്ളിയിലെ ഇമാമാരാണെന്നറിയുമോ? മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം. സക്കരിയാ നബിയാണ് പള്ളിയിലെ ഇമാമ്. അല്ലാഹുവേ ആ പള്ളിയിലെ ഇമാമാണ് മറിയമിനെ വളർത്തുന്നത്. ഒരു ദിവസം പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറി ചെല്ലുമ്പോ മറിയം എന്ന് പറയുന്ന പൊന്നുമോള് പഴം തിന്നുകയാണ്. സക്കരിയാ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല, അത് സക്കരിയാ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. പടച്ചവനെ ആ പഴത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് മറിയം ഇരുന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നത്. സക്കരിയാ നബിക്ക് അത്ഭുതമായി. അല്ലാഹുവേ പടച്ചവനെ ഓരോ പഴത്തിനും സീസൺ ഉണ്ടടോ, ഓരോ പഴത്തിനും സീസൺ ഉണ്ടടോ. ആ സമയത്താണ് ഈ പഴം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുന്നു, മോളെ മറിയമേ ഈ പഴം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മറിയമിന്റെ മറുപടി എന്തെന്നറിയുമോ? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ സക്കരിയാ നബിയോട് പറയുന്നു, ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്. എന്റെ റബ്ബനിക്ക് തന്നതാ, എന്റെ റബ്ബനിക്ക് തന്നതാ. അല്ലാഹുവേ ആരാ സക്കരിയാ നബി എന്നറിയുമോ? കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ലാതെ സങ്കടത്തോടെ നടക്കുന്ന പ്രവാചകരാ. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി മക്കളില്ലാതെ സങ്കടപ്പെട്ട് നടക്കുന്ന പ്രവാചകനാണ്. വൃദ്ധനായ പ്രവാചകനാണ്, പ്രായം ചെന്ന പ്രവാചകനാണ്. പെങ്ങളെ കേൾക്കണേ മോള്, 30 അല്ല 40 അല്ല 50 അല്ല 60 അല്ല 70 അല്ല 80 അല്ല 100 വയസ്സ് കഴിഞ്ഞുമ്മാ. 100 വയസ്സ് കഴിഞ്ഞ പ്രവാചകനാണ് സക്കരിയാ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തന്റെ കൈകൾ ഉയർത്തുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാ പ്രായമായി റബ്ബേ ഞാൻ വൃദ്ധനാണല്ലാ. കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി റബ്ബേ. എനിക്കിതുവരെ സന്താനമായിട്ടില്ല, എനിക്കിതുവരെ മക്കളുണ്ടായിട്ടില്ല. സക്കരിയാ നബി അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വസ്തഅല റഅസു ശൈബാ വലൻ അഖും ബിദുആഇക റബ്ബി ശഖിയാ.